വീണ്ടും പാലക്കാടേക്ക് പോകേണ്ടതുണ്ട്. അവിടെ ഈ നഗരസഭയുടെ ബഡ് സ്കൂൾ നാമകരണവുമായി ബന്ധപ്പെട്ട് സംഘർഷം വീണ്ടും അതിലേക്ക്. സ്കൂളിന് ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതുമായി ബന്ധപ്പെട്ടാണ് ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. നേരത്തെയും പോലീസ് കുറേയേറെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ഇപ്പോൾ വീണ്ടും പ്രതിഷേധം. എന്തായാലും ഈ തീരുമാനവുമായി മുന്നോട്ട് പോകുമെന്നാണ് പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസ് നിലപാടെടുക്കുകയും ചെയ്തു. അതാണ് പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ കക്ഷി പ്രവർത്തകർ, അതായത് പ്രതിഷേധിക്കുന്ന ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. അതാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷമായിരിക്കും നഗരസഭയുടെ ഈ ബഡ് സ്കൂളിൻ്റെ തറക്കല്ലിടൽ പരിപാടി നടത്തുക. നേരത്തെ അവിടെ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഗോകുൽ നഗരസഭാ ചെയർപേഴ്സണോടും വൈസ് ചെയർമാനോടും സംസാരിച്ചിരുന്നു. രണ്ടുപേരും പറഞ്ഞത് ഈ നാമകരണവുമായി ബന്ധപ്പെട്ട് ഒരു മാറ്റവും ഉണ്ടാവില്ല. നഗരസഭയും അതുപോലെ തന്നെ CSR ഫണ്ടും, നഗരസഭയുടെ ഫണ്ടും CSR ഫണ്ടും ചേർന്ന് നിർമ്മിക്കുന്ന ബഡ് സ്കൂളാണ്. ഞങ്ങൾ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടും എന്ന് പാലക്കാട് നഗരസഭയും നിലപാടെടുക്കുന്നു. ഗോകുൽ വിവരങ്ങളുമായി. ഗോകുൽ, വീണ്ടും പ്രതിഷേധ രംഗങ്ങൾ കാണുന്നു. ഈ പ്രതിഷേധിക്കുന്ന ആളുകളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കി അവിടെ പരിപാടി നടത്തുക എന്നുള്ളതാണ് പോലീസ് ശ്രമിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പോലീസുമായി വലിയ വാക്കേറ്റം ഉണ്ടാക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. തീർച്ചയായും, അതായത് നേരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധം നടത്തി. അതിനിടയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ മുഴുവനായി തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. പിന്നീട് ഈ പരിപാടി ഇവിടെ തുടങ്ങുകയും പൊതു ചടങ്ങ് നടക്കുകയുമായിരുന്നു. ഈ ചടങ്ങ് നടക്കുന്നതിനിടയിൽ വീണ്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, കൗൺസിലർമാർ അടക്കമുള്ളവർ ഈ വേദിയിലേക്ക് എത്തുകയും വേദിയിൽ കയറി പ്രതിഷേധിക്കുകയുമായിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പൂർണ്ണമായും തന്നെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള തീരുമാനത്തിലാണ് പോലീസ്. അതിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. കൗൺസിലർമാർ അടക്കമുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൗൺസിലറായ മൻസൂർ, അതോടൊപ്പം തന്നെ നിരവധി കൗൺസിലർമാർ ഇവിടെയുണ്ട്. അവരെല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത്, കോൺഗ്രസ് കൗൺസിലർമാരെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഇപ്പോൾ അതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് ആദ്യമുള്ള പ്രതിഷേധം നടത്തി ഈ തറക്കല്ലിട്ട സ്ഥാനത്ത് വാഴ വെച്ച് ആണ് അവർ പ്രതിഷേധിച്ചിരുന്നത്. അതിനുശേഷം ഈ പൊതുസമ്മേളനം തുടങ്ങിയപ്പോൾ ആ സമ്മേളനത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയും വേദിയിലേക്ക് കയറുകയുമായിരുന്നു. അങ്ങനെ വേദിയിലേക്ക് കയറി അതിനെ തുടർന്ന് പോലീസ് അത് തടയുകയും ആ പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുകയുമാണ്. ഇപ്പോൾ ഈ പ്രതിഷേധവും അതോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്തുള്ള നീക്കുന്ന നടപടിയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ സമ്മേളനം നടക്കുന്ന അല്ലെങ്കിൽ ഈ പൊതു ചടങ്ങ് നടക്കുന്ന വേദിക്കരികെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പൂർണ്ണമായും മാറ്റിയോ ഗോകുൽ? ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പൂർണ്ണമായും പോലീസ് മാറ്റിയോ? ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണോ അവിടെ ഉള്ളത്? തീർച്ചയായും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകരെ, ഭൂരിപക്ഷം പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മറ്റുള്ള പ്രവർത്തകർ പിന്നീട് പിരിഞ്ഞു പോവുകയുമാണ് ഉണ്ടായത്. അതിനിടയിൽ ഈ നാളെ പ്രതിഷേധം നടത്തിയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഈ സമ്മേളനം തുടങ്ങിയപ്പോൾ ഇവിടേക്ക് എത്തി വീണ്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ കൗൺസിലർമാരും, നഗരസഭയിലെ കൗൺസിലർമാരും കോൺഗ്രസ് കൗൺസിലർമാരും പ്രതിഷേധിക്കുകയായിരുന്നു. അവരിപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന അടക്കമുള്ള നടപടികൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം പൂർണ്ണമായി തന്നെ അവരെ വാഹനത്തിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും ചില പ്രവർത്തകർ മാത്രമേ ബാക്കിയുള്ളൂ. മറ്റുള്ളവരെയും തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന അടക്കമുള്ള നടപടികൾ ഏകദേശം പൂർത്തിയാകാനായിട്ടുണ്ട്. അതേസമയം തന്നെ അപ്പുറത്ത് ഈ പൊതു ചടങ്ങ് തുടർന്നുകൊണ്ടും ഇരിക്കുകയാണ്. അത് പ്രശ്നമില്ലാതെ തുടരുന്നുമുണ്ട്. ഇപ്പോൾ ഏതായാലും പ്രതിഷേധക്കാരെ പൂർണ്ണമായി തന്നെ നീട്ടുന്ന നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയാണ്. അപ്പോൾ ആദ്യം ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി, ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. കൗൺസിലർമാരടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അതേസമയം ഉദ്ഘാടന സമ്മേളനം പുരോഗമിക്കുകയും ചെയ്യുന്നു. ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്. കയറുന്നതിന് മുൻപും പ്രതിഷേധ സ്വരമാണ്. പോലീസ് പണിപ്പെട്ട് പ്രവർത്തകരെ നീക്കുകയാണ്. പാലക്കാട് നഗരസഭയുടെ ബഡ് സ്കൂളിനെതിരായ, ഇതിന് ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതിനെതിരായ പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസുമാണ് ഒരുമിച്ച് പ്രതിഷേധവുമായി എത്തിയത്. പക്ഷേ പരിപാടി പ്രതിഷേധങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും.